മക്കളെ, വെൽക്കം ബാക്ക് ടു എജിപോർട്ട് ഇംഗ്ലീഷ് ക്ലാസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം വർണ്ണ താമസ് ആണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ട് പഠിക്കാൻ വേണ്ടി കഴിയുന്ന, ഏറ്റവും സിമ്പിൾ ആയിട്ട് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലെസൺ ആണ് കേട്ടോ. ദി സീക്രട്ട് ടർട്ടിൽസ് ഓഫ് കണ്ടാവു. അല്ലെ, ഒരു ലെജൻഡിനെ കുറിച്ചാണ്, ഒരു ഫിജിയൻ ലെജൻഡിനെ കുറിച്ചാണ് ഈ ഒരു ലെസണിന്റെ അകത്ത് പറയുന്നത് അല്ലെ. യെസ്, സോ അതിന്റെ അകത്ത് അല്ലെ ആ ഒരു ഫിജി എന്ന് പറയുന്ന ആ ഒരു ഐലൻഡിലുള്ള അല്ലെങ്കിൽ അവിടെയുള്ള ആ ഒരു ദേശത്തുള്ള ഒരു കഥ അല്ലെ, ആ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥ എന്താണെന്നുള്ളത് മാത്രമാണ് കേട്ടോ. സോ ഇത് എവിടെയാണ് സെറ്റിംഗ്, ഇത് എവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്? സോ ഞാൻ ഓൾറെഡി പറഞ്ഞ ഒരു ഫിജിയൻ ലെജൻഡ് ആണെന്നല്ലേ. അപ്പൊ ഒരു നല്ല ഭംഗിയുള്ള കുറെ എന്താ പറയാ കടലിനോട് ചേർന്ന് നടക്കുന്ന ഒരു പ്രദേശമാണ് ഈ ഫിജി എന്ന് പറയുന്നത് കേട്ടോ. കണ്ടാവു ഇസ് വൺ ഓഫ് ദ ലാർജ് ഐലൻഡ്സ് ഇൻ ഫിജി ആൻഡ് നമുവാന ഇസ് എ വില്ലേജ് ഓൺ കണ്ടാവു ഐലൻഡ്. ഓക്കെ, സോ ഫിജിയിലെ അത്യാവശ്യം വലിയൊരു ഐലൻഡ് ആണ് ഇത് നമ്മുടെ ഈ ഒരു കണ്ടാവു എന്ന് പറഞ്ഞ ഐലൻഡ്. ആൻഡ് കണ്ടാവു എന്ന് പറയുന്ന ആ ഒരു ഐലൻഡിലെ വില്ലേജ് ആണ് ഏത്? നമുവാന. അവിടുത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വില്ലേജ് ആണ് നമുവാന. സോ നിങ്ങൾ ഈ നമുവാന എന്നൊക്കെയുള്ള പേരുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഈ ഒരു ലെസന്റെ അകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ട അല്ലെങ്കിൽ പഠിക്കേണ്ട കുറച്ച് പേരുകളുണ്ട്. ആ പേരുകളൊന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ലെസൺ ഭയങ്കര ഈസിയാണ് കേട്ടോ. യെസ്, then is a village on Kanavu Island close to Vinci Harbour known for its beautiful scenery. So Namuana എന്നുള്ള പേര് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ആൻഡ് കണാവു എന്നുള്ള ആ ഒരു പേര് കേട്ടോ. കണാവു is one of the large islands in Fiji. ഫിജിയിലെ വലിയൊരു ഐലൻഡ് ആണ് കണാവു. ആൻഡ് അവിടുത്തെ ഒരു മെയിൻ ഗ്രാമമാണ് ഇത് ഈ നമ്മുടെ നമുവാന എന്ന് പറയുന്നത്. The area features a hill and narrow land strips, അതായത് isthmus എന്നാണ് അതിന് പറയുന്നത്, with sea views on both sides. In olden times, warriors moved their canoes across this land to avoid long sea journeys. അപ്പൊ എന്താണ് വളരെ, അതായത് അന്നത്തെ കാലത്ത് അല്ലേ ആൾക്കാര് ഒരുപാട് ഇങ്ങനെ വലിയ റൂട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു റൂട്ടിലൂടെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത് വാറിയേഴ്സ് കേട്ടോ. അന്നത്തെ യോദ്ധാക്കളൊക്കെ എന്താണ് വലിയ സീ റൂട്ട്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതിനൊരു എളുപ്പ വഴിയായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ നമുവാന എന്ന് പറയുന്നുണ്ട്. ദെൻ നെക്സ്റ്റ്, ഇനി അവിടുത്തെ നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട മെയിൻ ഒരു പാർട്ട് എന്താണ്? ടേർട്ടിൽ കോളിംഗ് റിച്വൽ ആണ് കേട്ടോ. സോ ഈ ടേർട്ടിൽ കോളിംഗ് റിച്വൽ എന്താണെന്ന് നോക്കാം. The women of Namuana village perform a special ritual to call turtles from the sea. അല്ലെ, അപ്പൊ അവിടുത്തെ മെയ്ഡൻസ് പ്രത്യേകം ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. മെയ്ഡൻസ് എന്നാ പറയുന്നത് കേട്ടോ. സോ ആ മെയ്ഡൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ചാന്റിങ്, ഒരു മന്ത്രം ഉരുവിട്ട് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഈ നമുവാന വില്ലേജിലുള്ള വിമൻ ഇങ്ങനെ ഒരു ചാന്റിങ്, ഒരു മന്ത്രം ഉരുവിട്ട് കഴിഞ്ഞാൽ എന്താണ്, കുറച്ച് ടേർട്ടിൽസ്, വലിയ ആമകള് കടലിന് മേലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ കരയിലേക്ക് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ടായിരുന്നു. ഓക്കെ, അത് അവിടുത്തെ ഒരു വിശ്വാസമാണ്. ആ ഒരു മന്ത്രം ഉരുവിട്ട് കഴിഞ്ഞാൽ അവർ വരും എന്നുള്ളത്. ഡ്യൂറിംഗ് ദിസ് റിച്വൽ വില്ലേജ് മെയ്ഡൻസ്, ഞാൻ പറഞ്ഞല്ലോ മെയ്ഡൻസ് അവരെ പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ. വില്ലേജ് മെയ്ഡൻസ് സിംഗ് എ യുണീക് ചാന്റ് ഫ്രം ദ ക്ലിഫ്സ് ഓർ റോക്സ് ഓഫ് ദ ബേ. അല്ലെ, അപ്പം അവിടെ ആ തീരത്തുള്ള വലിയ പാറകളിലോ അല്ലെങ്കിൽ അരുകുകളിലൊക്കെ കയറി നിന്നിട്ട് ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു മന്ത്രം ഇങ്ങനെ ഉരുവിടുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് ഹ്യൂജ് ആയിട്ടുള്ള ടേർട്ടിൽസ് എന്ത് ചെയ്യുന്നുണ്ട്? മേലേക്ക് സർഫസ് ചെയ്യും കേട്ടോ. വാട്ടറിന്റെ മേലേക്ക് സർഫസ് ചെയ്ത് വരും. As they chant, giant turtles rise to the water surface, apparently attracted by the music. ആ ഒരു പാട്ട് കേൾക്കാൻ എന്നുള്ള പോലെ എന്ത് ചെയ്യുന്നുണ്ട്? ആ ടേർട്ടിൽസ് മേലേക്ക് ഇങ്ങനെ ഉയർന്നു വരുന്ന ഒരു കാഴ്ച കാണാം. Turtles in this area are protected. ഫിഷിംഗ് ഫോർ ദം ഇസ് നോട്ട് അലൗഡ്. സോ അവിടെയുള്ള ആമകളെയൊക്കെ തന്നെ എന്താണ് വളരെയധികം അവർ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആൻഡ് അവിടെ ഈ ടേർട്ടിൽസിനെ ഫിഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ ടേർട്ടിൽസിനെ പിടിക്കുന്നത് വലിയൊരു ക്രൈമാണ്. അത് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി കഴിയില്ല. ഇഫ് എനിവൺ ഫ്രം നബുക്കെലവു, ഇനി നിങ്ങൾ ഓർത്ത് വെക്കേണ്ട വേറൊരു പേര് ഇതാണ് നബുക്കെലവു എന്നുള്ളതാണ് കേട്ടോ. സോ നമുവാന വില്ലേജ് പോലെ തന്നെ ഉള്ള വേറൊരു വില്ലേജ് ആണ് ഇത് നബുക്കെലവു. ഓക്കെ, സോ ഇഫ് എനിവൺ ഫ്രം നബുക്കെലവു വില്ലേജ് ഇസ് പ്രസന്റ് ഡ്യൂറിംഗ് ദ റിച്വൽ, the turtles do not appear and the ritual is stopped. അല്ലെ, അപ്പൊ ഈ നമുവാന വില്ലേജിലുള്ള പെൺകുട്ടികളാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഒരു മന്ത്രം ഉരുവിടുന്നത്. ഇൻ കേസ് ആ സമയത്ത് നബുക്കെലവു വില്ലേജിലെ ആരെങ്കിലും അത് കാണാൻ അവിടെ വന്നിരിക്കുന്നുണ്ടെന്നാണെങ്കിൽ ഈ ടേർട്ടിൽസ് എന്ത് ചെയ്യില്ല? സർഫസിലേക്ക് വരില്ല അല്ലെങ്കിൽ ഇങ്ങനെ മേലേക്ക് ഉയർന്നു വരില്ല എന്നാണ് പറയുന്നത് കേട്ടോ. സോ അതെന്തായിരിക്കും ആ കാരണം? എന്തുകൊണ്ടാണ് അവർ മേലേക്ക് നബുക്കെലവു എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർ മേലേക്ക് ഉയർന്നു വരാത്തതിന്റെ കാരണം എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് ചിന്തിക്കുന്നത് അല്ലെ. സോ അതിന്റെ കാരണം ഒരു ഏൻഷ്യൻ ലെജൻഡ് ആണ്, ഒരു പഴയ ഒരു കഥയാണ് കേട്ടോ. സോ ആ കഥ എവിടെയാണ്? The turtle calling tradition comes from a local legend passed down through generations. അല്ലെ, അപ്പൊ ഇതിന്റെ കഥ എന്താണ്? കാലാകാലങ്ങളായിട്ട് അല്ലെങ്കിൽ തലമുറകളായിട്ട് പകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കഥയുണ്ട്. ആ കഥയിലാണ് ഈ ഒരു നമുവാന വില്ലേജിലെ സ്ത്രീകൾ എന്തിനു ഈ പാട്ട് പാടുന്നു എന്നുള്ളതും നബുക്കെലവു എന്ന് പറഞ്ഞ വില്ലേജിലെ ആളുകൾ കാണാൻ വന്നാൽ എന്തുകൊണ്ട് ആ ടേർട്ടിൽസ് റൈസ് ചെയ്യുന്നില്ല എന്നുള്ളതും നമുക്ക് ആ ഒരു ലെജൻഡിലാണ് മനസ്സിലാവുന്നത് കേട്ടോ. ആ ഒരു കഥ കേട്ടാൽ മനസ്സിലാവും. ലോങ് എബോ
പ്രിൻസസ് ടിനൈക്കബോഗ ആൻഡ് ഹർ ഡോട്ടർ റൊഡാലിസ് ലിവ്ഡ് ഇൻ നമുവാന. ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ആരൊക്കെയാണ് ഇനി നിങ്ങൾ ഓർത്ത് വെക്കേണ്ട വേറെ രണ്ട് പേരുകളാണ്. പ്രിൻസസ് ടിനൈക്കബോഗ അല്ലെ, ടിനൈക്കബോഗ എന്ന് പറയുന്ന ഒരു പ്രിൻസസ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ലോകയുടെ കഥയൊക്കെ കേൾക്കുന്ന പോലെ ഓർത്ത് വെക്കുക കേട്ടോ. ആരാണ്? നമ്മുടെ ടിനൈക്കബോഗ എന്ന് പറയുന്ന ഒരു പ്രിൻസസ് ഉണ്ടായിരുന്നു. ആൻഡ് ഹർ ഡോട്ടർ റൊഡാലിസ് അല്ലെ ആണ്, അവളുടെ മകളാണ് ആര്? റൊഡാലിസ് എന്ന് പറയുന്നത് കേട്ടോ. സോ ടിനൈക്കബോഗ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ റൊഡാലിസ് എന്ന് പറയുന്ന ഒരു മകളും ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും വളരെ സന്തോഷമായിട്ട് നമുവാന വില്ലേജിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കൊന്ന് വില്ലേജിലെ ചീഫ് ടൈന്റെ ഭാര്യയാണെന്ന് തോന്നുന്നു ആര്? ഈ പറയുന്ന ഗ്രാമമുഖ്യന്റെ ഭാര്യയോ അങ്ങനെ ആരോ ആണ് നമ്മുടെ ടിനൈക്കബോഗ കേട്ടോ. ദേ ഓഫൻ വെന്റ് ഫിഷിംഗ് ഓൺ ദ റീഫ്സ് നിയർ ദെയർ വില്ലേജ്. അപ്പൊ ഇവരെന്ത് ചെയ്യായിരുന്നു? അവിടെ അടുത്തുള്ള ചെറിയ റീഫുകളിലൊക്കെ പോയിട്ട് മീൻ പിടിക്കാൻ വേണ്ടി പോവായിരുന്നു. ആര്? ഈ അമ്മയും മകളും കേട്ടോ, ടിനൈക്കബോഗയും അതേപോലെ തന്നെ റൊഡാലിസും പോകുമായിരുന്നു. വൺ ഡേ വൈൽ ഫിഷിംഗ് they were captured by the warriors from Nabukelavu village who tied them up and took them away in a canoe. അപ്പൊ എന്താ ഉണ്ടായത്? അവര് ഒരു ദിവസം ഈ അമ്മയും മകളും കൂടെ മീൻ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ പോയി അവരുടെ ആ ഒരു അല്ലെ അവർ സാധാരണ പോകുന്ന ഏരിയനേക്കാളും കുറച്ചും കൂടെ മുന്നോട്ട് പോയ സമയത്ത് നബുകെലവു എന്ന് പറയുന്ന വില്ലേജിലെ, സോ അതുകൊണ്ടാണ് കേട്ടോ നബുകെലവു എന്ന് പറഞ്ഞ വില്ലേജിലെ കുറച്ച് ദുഷ്ടന്മാരായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യാണ്? ഈ പറയുന്ന നമ്മുടെ റൊഡാലിസിനെയും അവളുടെ അമ്മ ടിനൈക്കബോഗനെയും വന്നിട്ട് പിടിച്ചു വെക്കുകയാണ് കേട്ടോ. അപ്പൊ ഇവരെ പിടിച്ചിട്ട് അവരുടെ എന്ത് ചെയ്യണം? അവരുടെ തോണിയിലേക്ക് അല്ലെങ്കിൽ അവരുടെ കാനോയിലേക്ക് എടുത്തിടുകയാണ് ചെയ്യുന്നത്. A big storm erupted. The canoe was tossed by waves. അല്ലെ, അപ്പം അങ്ങനെ ഇവരാകെ ഒരുപാട് ഇവരെ കെഞ്ചുന്നുണ്ട്, ഇവർ ഒരുപാട് പ്ലീ ചെയ്യുന്നുണ്ട്, ഞങ്ങളെ വെറുതെ വിടൂ എന്ന് പറഞ്ഞിട്ട് ഇവരോട് ഒരുപാട് കരഞ്ഞപേക്ഷിക്കുന്നുണ്ട്. പക്ഷേ the men from Nabukelavu were not ready to leave them. അവരെ വിടാൻ അവർ ഒട്ടും റെഡി ആയിരുന്നില്ല. അങ്ങനെ നമ്മുടെ ടിനൈക്കബോഗ പ്രാർത്ഥിക്കുകയാണ് സീ ഗോഡ്സിനോട് കേട്ടോ, ദൈവങ്ങളോട്, കടൽ ദൈവങ്ങളോട് പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളെ ഒന്ന് വന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് കടൽ ദൈവങ്ങളോട് വളരെയധികം വിഷമത്തോടെ പ്രാർത്ഥിക്കുകയാണ് ടിനൈക്കബോഗയും റൊഡാലിസും. അങ്ങനെ പെട്ടെന്ന് വളരെ വലിയൊരു സ്റ്റോം, വലിയൊരു കൊടുങ്കാറ്റും ഒരു എന്താ പറയാ പേമാരിയും ഒക്കെ പെട്ടെന്ന് വരികയാണ്, ഭയങ്കര ഇടിയും മിന്നലും വരികയാണ്. അങ്ങനെ നമ്മുടെ നബുകെലവു വില്ലേജിലെ ആൾക്കാർ ഭയങ്കരമായിട്ട് പേടിക്കുകയാണ് കേട്ടോ. അങ്ങനെ പേടിക്കുന്ന സമയത്ത് എന്ത് പറ്റുകയാണ്? ഈ അമ്മയും മകളും നമ്മുടെ ടിനൈക്കബോഗ ആൻഡ് റൊഡാലിസ് അവർ രണ്ടുപേരും പെട്ടെന്ന് തന്നെ ഹ്യൂജ് ആയിട്ടുള്ള രണ്ട് ടേർട്ടിൽസ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യാണ്. എന്തായിട്ടാണ് മാറുന്നത്? ഹ്യൂജ് ആയിട്ടുള്ള ടേർട്ടിൽസ് ആയിട്ട്, രണ്ട് ആമകളായിട്ട് അവർ മാറുകയാണ് കേട്ടോ. Yes, so a big storm erupted. The canoe was tossed by the waves. Miraculously, the two women changed into turtles. അവർ രണ്ട് വലിയ ആമകളായിട്ട് മാറി. The frightened fishermen threw the women turned turtles into the sea, after which the storm stopped. അപ്പം അവർ പേടിച്ചുപോയി. ഈ നബുകെലവു വില്ലേജിലെ ആണുങ്ങൾ ആകെ പേടിച്ചുപോയി. കാരണം രണ്ട് പെണ്ണുങ്ങളെയായിരുന്നു ഈ ഒരു കാനോയിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. അവരിപ്പോ എന്തായിട്ടുണ്ട്? വലിയ രണ്ട് ആമകളായിട്ടുണ്ട്. അവർ ഭയന്നിട്ട് എന്ത് ചെയ്യണം? ഈ ആമകളെ പിടിച്ച് വെള്ളത്തിലേക്ക്, കടലിലേക്ക് ഇടുകയാണ് കേട്ടോ. അങ്ങനെ കടലിലേക്ക് ഇട്ട സമയത്ത് പിന്നീട് ആ കൊടുങ്കാറ്റൊക്കെ അവിടെ ശാന്തമാവുകയാണ്. Tinecoboga and Rhodalis survived as turtles and their descendants still live in the bay near Namuana. So ഇപ്പോഴും ആ കടൽ തീരത്തുള്ള ആമകളെല്ലാം ആരുടെയാണ്? നമ്മുടെ നമുവാന വില്ലേജിലുള്ള ടിനൈക്കബോഗയുടെയും അതുപോലെ തന്നെ റൊഡാലിസിന്റെയും ബാക്കി തലമുറകളാണെന്നാണ് അവിടെയുള്ള ആൾക്കാർ വിശ്വസിച്ചു പോരുന്നത് കേട്ടോ. സോ ആ ഒരു പെട്ടെന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു ഡേഞ്ചർ വന്ന സമയത്ത് ഇവർ സീ ഗോഡ്സിനോട് പ്രാർത്ഥിച്ചിട്ട് അവർ രണ്ടുപേരും ടേർട്ടിൽസ് ആയി മാറാണ്. ആൻഡ് ആ ടേർട്ടിൽസിനെയാണ് പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നത്? നബുകെലവു വില്ലേജിലെ. സോ ഞാൻ പറഞ്ഞല്ലോ, ആ പേരുകളൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. പേരുകളൊന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഓർക്കാൻ വേണ്ടി കഴിയും. നബുകെലവു വില്ലേജിലെ മെൻ എന്ത് ചെയ്യാണ്? പിടിച്ച് കടലിലിടുകയാണ്. അങ്ങനെ ആ ഒരു അമ്മയുടെയും മകളുടെയും ഡിസെൻഡൻസ് ആണ്, അല്ലെങ്കിൽ അവരുടെ പിൻതലമുറക്കാര്. ഡിസെൻഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പിൻതലമുറ എന്നുള്ളതാണ് കേട്ടോ. പിൻതലമുറക്കാരാണ് ഇപ്പോഴും അവിടെയുള്ള ആമകൾ എന്നാണ് ആ നാട്ടിലെ ആൾക്കാർ വിശ്വസിക്കുന്നത്. സോ അവരുടെ ആ ഒരു സോങ് എങ്ങനെയാണെന്നുള്ളത് എന്താണ്? എനിക്ക് ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് ആ സോങ് കൊടുത്തിട്ടുണ്ട്. പറ്റുമെങ്കിൽ ആ സോങ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം. സോങ് എല്ലാം ഒരു ചാൻറ്റിംഗ് ആണ്, ഒരു മന്ത്രമാണ് കേട്ടോ. എന്തോ റൈസ് അവേക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ചാൻറ്റിംഗ് അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. സോ വില്ലേജേഴ്സ് സിംഗ് എ സ്പെഷ്യൽ സോങ് to call the turtles, mentioning Tinecoboga and Rhodalis by the name and asking them to rise to the surface so they can be seen. അല്ലെ, റൈസ് അല്ലെ, ഈ ഒരു കടലിന്റെ മേലേക്ക് അല്ലെങ്കിൽ ഈ വെള്ളത്തിന്റെ മേലേക്ക് പൊങ്ങി വരൂ, ഞങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങോട്ട് പൊങ്ങി വരൂ എന്നുള്ള രീതിയിൽ ഒരു മന്ത്രം, ഒരു ചാൻഡിങ് അവര് അവിടുത്തെ മെയ്ഡൻസ് നടത്താറുണ്ട്. ആൻഡ്
നിങ്ങൾ ഓർത്ത് വെക്കുക, നബു കെലവു എന്ന് പറയുന്ന വില്ലേജിലെ ആരെങ്കിലും ആ ഒരു ടേർട്ടിൽ കോളിംഗ് സെറമണി കാണാൻ അവിടെ ഉണ്ടെന്നാണെങ്കിൽ ദീസ് ടേർട്ടിൽസ് വുഡൻ റൈസ് അപ്പ്, അവര് മേലേക്ക് വരില്ല കേട്ടോ. യെസ്, അപ്പം ഇതിന്റെ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ലാസ്റ്റ് നമ്മളൊരു പറഞ്ഞു നിർത്തുമ്പോ എങ്ങനെയാണ്? ദ ലെജൻഡ് ഷോസ് ദ സ്ട്രോങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വില്ലേജേഴ്സ് ആൻഡ് ദ ടേർട്ടിൽസ് ആൻഡ് ടീച്ചേഴ്സ് റെസ്പെക്ട് ഫോർ നേച്ചർ ആൻഡ് ട്രഡീഷൻസ്. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം അല്ലെ. റെസ്പെക്ട് ഫോർ നേച്ചർ ആൻഡ് ട്രഡീഷൻസ്, നമ്മളുടെ ട്രഡീഷൻസിനെയും അതേപോലെ തന്നെ പ്രകൃതിനെയും റെസ്പെക്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നമ്മുടെ നാടുകളിലൊക്കെ, നമ്മുടെ നാട്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു കാവ് അല്ലെ, കാവുകള് നമ്മൾ ഇങ്ങനെ എപ്പോഴും ഭയങ്കര സേക്രഡ് ആയിട്ട് വെക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം അവിടെ ഒരുപാട് മരങ്ങളുണ്ട്, പലതരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു ജീവികളുണ്ട്, പാമ്പുകളുണ്ട് അല്ലെ. അപ്പം ഒരു ആരാധനയുടെ പേരിലാണെന്നുണ്ടെങ്കിലും നമ്മൾ പ്രകൃതിനെ അവിടെ എന്ത് ചെയ്യാണ്? ഒരു റെസ്പെക്റ്റോടെ കാണുകയാണ് അല്ലെ. നമ്മുടെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ പല രീതിയിലും എന്താണ്, നമുക്ക് നേച്ചറിനെ വളരെയധികം റെസ്പെക്റ്റോടെ കാണുന്നതായിട്ട് ഇങ്ങനെ പല രീതിക്കും അല്ലെ, പല പല മിത്തുകളോ അല്ലെങ്കിൽ ലെജൻസോ കാരണം നേച്ചറിനോടുമായിട്ട് ഒരു ഹ്യൂമൻ ബീങ്സിന്റെ ആ ഒരു റെസ്പെക്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. സോ അതുപോലുള്ളൊരു സംഗതിയാണ് ഇവിടെയും പറയുന്നത് കേട്ടോ. The calling ritual is a blend of belief, culture and a unique natural event celebrated and protected by Namuana village. അപ്പൊ Namuana villageൽ ഇപ്പോഴും അവര് എന്താ പറയാ ഒരേപോലെ തന്നെ ഫോളോ ചെയ്യുന്ന ഒരു റിച്വൽ എന്നുള്ള രീതിക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ നിങ്ങൾക്ക് ആ ഒരു ലെസണിന്റെ അകത്ത് ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം നിങ്ങൾ പഠിച്ചു വെക്കാൻ. ഞാൻ പറഞ്ഞ പേരുകൾ ഉണ്ടല്ലോ, ആ പേരുകൾ ആരുടെയൊക്കെയാണ്? നബു കെലവു എന്നുള്ള പേര് കണ്ടാവൂ, നമുക്ക് ഓൾറെഡി അറിയാം നബു കെലവു എന്നുള്ള വില്ലേജിന്റെ പേര്. പിന്നെ ടിനൈക്കോബോഗ ആൻഡ് റൊഡാലിസ് ആൻഡ് നമ്മുടെ നബു കെലവു എന്ന് പറയുന്ന ആ ഒരു വില്ലേജിന്റെ പേര് കേട്ടോ. സോ ഇത്രയും വില്ലേജസിന്റെ പേര്, ആ രണ്ട് വില്ലേജും ഈ രണ്ട് സ്ത്രീകളുടെയും പേര് പഠിച്ചു വെക്കുകയാണെങ്കിൽ ഈ ലെസൺ വളരെ ഈസിയാണ്, സിമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇതേപോലെ തന്നെ നെക്സ്റ്റ് വേറൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ വർണിത സൈനിങ് ഓഫ്. ബൈ.